ഇത് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും കാണുന്ന തടാകം കേട്ടോ. തടാകമല്ല, ഇത് മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന. ഓ, ഒരു രക്ഷയില്ല. മഞ്ഞ് അതുകൊണ്ടോ മഞ്ഞുണ്ടോ? അത് അയ്യോ, മഴ പെയ്ത് പച്ചപ്പും കൂടെ ആയപ്പോൾ അടിപൊളിയായി. നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ തടാകം കാണാൻ ഇരിക്കാനുള്ള സ്ഥലമാണ്. അടിപൊളിയല്ലേ, ഭംഗിയാ കാണാമല്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ തവണ വന്നാക്കുന്നത് നമ്മുടെ ചെമ്പ്രയുടെ വിശേഷം ആയിട്ടോ. നമ്മുടെ വയനാട്ടിലെ ഒരു ഉയരം കൂടി കുടുംബമാണ് ചെമ്പ്ര. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തത് നമ്മുടെ വരാറുമുട്ടയിലെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വേണ്ട ഈ ഇത് പറയുമ്പോഴത്തേനും ഇവളും ഉണ്ടോ കൂടുതൽ. ഇവളും വന്നാക്കും എൻ്റെ അടുത്തോട്ട് കാര്യങ്ങളൊക്കെ പറയാം. അതുകൊണ്ടോ അപ്പം ഇവളിപ്പം LKG പഠിക്കുന്നത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ചെമ്പ്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ഒരു ഹായ് കൊടുത്തടാ, ഒരു ഹായ് കൊടുത്തേ. അവൾക്ക് അതിന് നാണം വരുന്നുണ്ട്. അപ്പം ചെമ്പ്ര എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഒരു 2100 മീറ്ററത്തോളം ഉയരമുണ്ട് നമ്മുടെ ചെമ്പ്രയ്ക്ക്. അപ്പം അവിടുത്തെ ഒരു മെയിനായിട്ടൊരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയ തടാകം എന്ന് പറഞ്ഞൊരു തടാകമുണ്ട്. അതായത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് ആ തടാകത്തിന്. അപ്പം ഇന്ന് നമ്മുടെ ആ ഒരു ചെമ്പ്ര വിശേഷങ്ങളോട് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ചെമ്പ്രയോടുള്ള യാത്ര ആരംഭിച്ച പാലായിൽ നിന്ന് കേട്ടോ. പാലായിൽ നിന്നും ഏകദേശം ഒരു 3:30 ആയപ്പോഴത്തേനും ഞാൻ ചുരത്തിന് താഴെ അടിവാർ എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഏകദേശം ഒരു 4:30 കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചുണ്ടയിലെത്തി. ചുണ്ടയിൽ നിന്ന് ജസ്റ്റ് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പോകാനുള്ള ഗ്രൂപ്പിലെ ആളുകളൊക്കെ എത്തിയായിരുന്നു. പിന്നെ അവരെല്ലാം കണ്ട് നമ്മളവിടെ പോയി കാപ്പിയെല്ലാം കുടിച്ച് ഒരു ഏകദേശം 7:30 ആയപ്പോഴത്തേനും നമുക്ക് പോകാനുള്ള ജീപ്പൊക്കെ എത്തി. പിന്നീട് അവിടെ നിന്ന് മേപ്പാടിലുള്ള യാത്ര. മേപ്പാടിലേക്ക് പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായ സ്ഥലമുണ്ടോ. നല്ല തേയിലത്തോട്ടങ്ങളും നല്ല കാഴ്ചകളുള്ള വഴിയാണ്. പിന്നെ അതുകൂടാതെ വളരെയധികം മഞ്ഞുമൃഗങ്ങളുടെ ശല്യമുള്ളൊരു വഴിയാണ്. നമ്മളോട് ഡ്രൈവറേട്ടൻ പറഞ്ഞ കാര്യം കേട്ടോ. ഒരുപാട് ആനയുടെ ശല്യമൊക്കെ വളരെ രൂക്ഷമായിട്ട് തന്നെയുണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് മേപ്പാടി എത്തുമ്പോഴത്തേനും മേപ്പാടി ഫോറസ്റ്റ് ഓഫീസാണ്. ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഇത് ട്രക്കിംഗ് പോയിന്റിൽ എത്താനായിട്ട്. അപ്പം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് ചെക്ക് പോസ്റ്റ് വരും. ചെക്ക് പോസ്റ്റിന് അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ കാൽനടയായിട്ട് വേണം നമ്മൾ ട്രക്കിംഗ് പോയിന്റിലോട്ട് പോയി റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഇവിടെ എത്തിയാക്കുവാണ്. ഇനി ഇവിടെ നിന്ന് വേണം നമുക്ക് ട്രക്കിങ്ങിന് പോകുന്ന റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തോടെ എത്തേണ്ടത്. ഇവിടെ നല്ല മനോഹരമായ കാഴ്ച കേട്ടോ. പിന്നെ ഈ യാത്രയിൽ എനിക്ക് ഒരു വളരെ വ്യത്യസ്തമായി തോന്നിയ ഒരു നായ്ക്കുട്ടി നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നടപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ കാണാൻ പറ്റും. പുള്ളി ഇങ്ങനെ നമ്മുടെ കൂടെ ഇപ്പോൾ ട്രക്കിങ് തീരും വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന ആളാണ് മെയിൻ നമ്മുടെ സാർ. അപ്പം നമ്മുടെ യാത്രയിൽ എപ്പോഴും ഈ പുള്ളി കൂടെ ഉണ്ട് കേട്ടോ. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയാണ് വയനാട്. ഈ വയനാടിന് ഏകദേശം 2138 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഇതിൽ 38% വനമാണ്. പശ്ചിമഘട്ട മേഖലയിൽ ഉൾപ്പെടുന്ന വയനാട് മലനിരകളും തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട് നീലഗിരി മലനിരകളും ഒരു കോഴിക്കോട് ജില്ലയിലെ വെള്ളരിമലയും ചേർന്ന ഭാഗമുണ്ട് ചെമ്പ്ര കൊടുമുടി. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. വണ്ടിയൊക്കെ നല്ല അവിടെ കിടപ്പുണ്ട്. കുറേ പേരുണ്ട്, നമ്മുടെ ടീമല്ലാതെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അടിപൊളി കാഴ്ചയല്ലേ, ഭയങ്കര ഭംഗി. ഉണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തേയില തന്നെയാണോ സൈഡിലോട്ട്. ഇവിടുത്തെ കുറച്ചുകൂടെ കാണാൻ ഭംഗി എൻ്റെ ആ ഒരു സൈഡാണ്. നമ്മൾ നടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. ഇത് രസമല്ലേ നോക്കി. വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചെമ്പ്ര. ചെമ്പ്രയുടെ ഉയരം ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 2100 മീറ്ററാണ് കേട്ടോ. അതുകൂടാതെ ചാലിയാറിൻ്റെയും കമ്പനിയുടെ ഒക്കെ വിഷ്ണുപ്രദേശം കൂടെയാണ് ചെമ്പ്ര. ചെമ്പ്രയിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹൃദയ തടാകം എന്ന് പറഞ്ഞ തടാകമുണ്ട്. അതായത് ഒരിക്കലും ഇന്നേ വരെ വെള്ളം പറ്റാത്ത ഒരു തടാകമുണ്ടോ. ചിലർ ഇന്ന് ഹൃദയ തടാകം എന്നും ചിലർ ഹൃദയ സരസ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വളരെ നല്ല മനോഹരമായ തടാകം. അപ്പോൾ നമ്മൾ ചെമ്പ്ര പീക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ തടാകം കാണാൻ സാധിക്കും. പിന്നെ വയനാടിൻ്റെ മറ്റൊരു മലനിര ബ്രഹ്മഗിരി പോലെ ഒരു കഠിനമായ ട്രക്കിംഗ് ഒന്നല്ല ഈ നമ്മുടെ ചെമ്പ്രയിലെ. നമ്മൾ വളരെ തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ട്രക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടെറൈനാണ് ഇവിടുത്തെ. പിന്നെ മഴക്കാലമാകുമ്പോൾ അട്ടയുടെ ശല്യമൊക്കെ ഉണ്ട്. പിന്നെ ചില സ്ഥലങ്ങളൊക്കെ നല്ല തെന്നലുണ്ട്. അപ്പം ആ ഒരു 2 കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ എളുപ്പത്തിൽ ട്രക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് ചെമ്പ്ര. അപ്പോൾ നമ്മൾ കുറേ നേരം നടന്നു കഴിയുമ്പോൾ ഏകദേശം ഈ സ്ഥലത്ത് വരും. ഇവിടെ ഈ കാണുന്ന ചെറിയ ബിൽഡിംഗ് ഉണ്ടോ, ഇവിടെ നമ്മുടെ വനോൽപ്പന്നങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു എക്കോ ഷോപ്പാണല്ലോ. അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ അവർ നമ്മൾ മാക്സിമം ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നീട് നമുക്ക് ഇവിടുന്ന് ട്രക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളൊക്കെ ഇവിടുന്നാണ് തരുന്നത് കേട്ടോ. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പം ഈ ഏകദേശം ഒരു രാവിലെ 7 മണി തൊട്ട് 12 മണി വരെ ഉള്ളൂ നമുക്ക് ട്രക്കിങ്ങിനുള്ള സമയം ഓപ്പൺ ഉള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഏകദേശം ഈ വാച്ച് ടവറിന് മുകളിൽ കയറുന്ന ഇവിടുത്തെ ഏകദേശം നമ്മുടെ ചെമ്പ്രയുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ട്രക്കിങ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ആരംഭിച്ച് കുറച്ചൊരു ഏകദേശം 3 കിലോമീറ്റർ നമുക്ക് ട്രക്ക് ചെയ്യാൻ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഈ കാണാൻ നന്ദു കേട്ടോ. നന്ദു തൃശ്ശൂരുകാരനാണ്, ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. അപ്പം നമ്മുടെ ചെമ്പ്രയിലോട്ടുള്ള ട്രക്കിങ് ടിക്കറ്റ് റേറ്റ് വരുമ്പോഴത്തേനും 5 പേരാണെങ്കിൽ ഗ്രൂപ്പിന് 4000 രൂപ, എക്സ്ട്രാ ഒരാൾ വരുമ്പോൾ 800 വെച്ച് ആകുന്നുണ്ട്. ഫോറിനേഴ്സിനാണെങ്കിൽ ഒരു ഗ്രൂപ്പിന് 5 പേരുടെ ഗ്രൂപ്പിന് 8000 രൂപയും എക്സ്ട്രാ വരുന്ന ഒരാൾക്ക് 1600 വരുന്നുണ്ടോ. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ സ്കൂളിൽ ലെറ്റർ പാഡ് സൈൻ ചെയ്ത പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പിന് 5 പേര് ഗ്രൂപ്പിന് 1000 രൂപ വെച്ചുണ്ടാവുന്നു കേട്ടോ. കാറ്റൊക്കെ അടിക്കാൻ പറ്റുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഇല്ലി ഒരയുന്നതിൻ്റെ കേട്ടോ. ഇവിടുന്ന് ഇന്ന് ചെറിയൊരു കയറ്റം കേട്ടോ. ഇത് ഹെവി കയറ്റം തോന്നില്ല, നോർമൽ ഒരു കയറ്റം. എന്നാൽ കുറച്ച് കയറി വന്ന് കഴിയുമ്പോഴത്തേനും ഇതുപോലെ കയറിട്ടിട്ടുണ്ട്. കയറെ പിടിച്ചാണ് കയറി പോകാൻ. മഴ പെയ്തുകൊണ്ട് ഇച്ചിരി തന്നെയുണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ചും കൂടെ ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറി വരുമ്പോഴത്തേനും അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ കാണാം കേട്ടോ. അപ്പോൾ ഈ സാറാണ് നമുക്ക് നമ്മുടെ ടിക്കറ്റൊക്കെ മേടിച്ച് എല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ എത്ര പേരുണ്ടെന്നൊക്കെ കൃത്യമായൊക്കെ നോക്കുന്നത്. പിന്നെ ഈ സാർ നമുക്ക് പറഞ്ഞു തരും, നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ വെച്ച് വെള്ളം കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി എല്ലാം പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ചെമ്പ്രയിൽ ആദ്യത്തെ അട്ട കണ്ടാൽ കേട്ടോ, ഇതാണ് ആൾ തുടങ്ങി. ഇപ്പം മഴയൊക്കെ ഈർപ്പമുള്ളതുകൊണ്ട് അറിയില്ല, ഇഷ്ടംപോലെ അട്ട കാണും. എന്നിട്ട് ഇനി അട്ടയുടെ കൂടെ ബാക്കി പരിപാടികളൊക്കെ. അതെ, ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒരു കുറവേണ്ടെന്ന് പറയാം. അവിടുന്ന് വെള്ളമൊക്കെ കുടിക്കാമെന്ന് പറയാം, നല്ല വെള്ളമാണ്. ഇവിടെ ആകുമ്പോൾ നല്ല കയറ്റം കേട്ടോ. വലിയ കയറ്റമല്ല, ചെറിയൊരു കയറ്റം. ഒരു മരമൊക്കെ ഉണ്ട് ഇവിടെ, അട്ടയൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് കയറി വരണം. ഇത് വെള്ളം ചാലാണ് കേട്ടോ. ഇതും കയറി കയറി പോയണം. നമ്മൾ ചെമ്പ്ര ട്രക്കിങ്ങിൽ നമുക്ക് ആകെപ്പാട് യാത്രയുടെ ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 കിലോമീറ്റർ ആണ് കേട്ടോ. അതായത് നമ്മൾ താഴെ നിന്ന് ചെമ്പ്ര പീക്ക് വരെ ആ തടാകത്തിന് അവിടെ വരെ നമുക്കൊരു ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട്. താഴേക്കും 3 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 6 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ചെമ്പ്ര ട്രക്കിങ്ങിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം വന്ന് കഴിയുമ്പോഴത്തേനും ചെറിയ മഴക്കാലമുണ്ട്, സ്ലിപ്പ് വന്നുണ്ട് ചില സ്ഥലങ്ങളൊക്കെ. ഇതുണ്ടോ ഈ വഴിയില്ലേ, സ്ലിപ്പ് വന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ. അട്ടയുണ്ട്, അട്ടശല്യം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തുടങ്ങി. കുറച്ചും കൂടെ വലിയ അട്ടയാണെന്ന് തോന്നുന്നു, നല്ല മുഴുപ്പുള്ള മര. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നീട് മറ്റു ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ട്രക്കിങ്ങിന് വരുമ്പോൾ വെള്ളം കൊണ്ടുവരുന്ന യൂസ് ആൻഡ് ത്രോ പോലുള്ള കുപ്പികൾ അവിടെ റിപ്പോർട്ടുമ്പോൾ കളക്ട് ചെയ്ത് നോക്കും. പകരം നമ്മൾ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് നോക്കും. അതിനനുസരിച്ച് വെള്ളം അവർ ചില്ലുകുപ്പികളിലാക്കി നമുക്ക് തന്നു വിടും കേട്ടോ. ഇതിനായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സമീപിച്ചാൽ മതി, അവർ അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഇവിടെ ഇതുപോലെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അവിടെയുണ്ട്, അവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. അങ്ങനെ ആ വഴി പോയി ഇതിലേ കയറി നേരെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങും. നേരെ വഴി അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊരു പുൽമേട് തുടങ്ങിയേക്കോട്ടോ. രസമുണ്ട് കാണാൻ കേട്ടോ. പുലിനകത്തൂടെ സൂര്യൻ കയറി വരുന്നുണ്ട്.
ഇവിടെ എത്തുമ്പോൾ ഇച്ചിരി ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ തിന്നും. ഇത് കയറിതേണ്ട അവിടെ ഒരു ഷെഡ് പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഇതിൻ്റെ ഒരു ചായ്വ് ഒരു കേട്ടോ, ഇത്ര ഉണ്ട്. മഴ നല്ല മഞ്ഞൊക്കെ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പോകണം. വലിയ ഹെവി ട്രക്കിംഗ് ഒന്നല്ല കേട്ടോ, ഒരു നോർമൽ ട്രക്കിംഗ്. അപ്പോൾ പുൽമേടാണ് കൂടുതലും ഞാൻ നോക്കിയിട്ടിപ്പം. മഴ പെയ്തുകൊണ്ട് എല്ലാവർക്കും തന്നെ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട്. മൊത്തം കൃപ്പമായ ഇതിവിടെ ഷെഡ് പോലെ ഉണ്ടല്ലോ. അതെ ഷെഡ്. നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേനും അതാണ് നമ്മൾ വന്ന വഴി. നമ്മൾ വണ്ടിയല്ല അവിടെ കിടപ്പുണ്ട്. ഇവിടുന്ന് അതിലെ കയറി ഇങ്ങനെ വന്ന് കറങ്ങി കറങ്ങി നേരെ ഇവിടെ വന്നേക്കുന്നത്. നമ്മൾ നടന്ന് കുറേ കയറി വന്ന് കഴിയുമ്പോഴത്തേനും എന്തുണ്ട് കാണുന്ന കാഴ്ചയാണ്. ഇതുണ്ടോ വെള്ളമൊക്കെ ഉണ്ടോ പിന്നെ അവിടെ ഒരു വെള്ളച്ചാലുണ്ട്, അതിൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേൾക്കാം. ഇതിങ്ങനെ പോയിട്ട് എന്തായാലും അങ്ങനെ നമ്മുടെ വണ്ടിയെല്ലാം കിടക്കും. ഒരു സാറ് നമ്മുടെ കേട്ടോ ഇതേ നിൽക്കുന്നു. ആളിവിടുത്തെ കാഴ്ചയെല്ലാം കണ്ടിട്ടുണ്ട്. പോയി ആൾ കിടന്നു. നമ്മൾ കണ്ട് ഇതാ ടോപ്പിലോട്ടുണ്ടോ, അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ അടിപൊളിയാണ് കാഴ്ചകളൊക്കെ. പുൽമേട് കണ്ട് ഈ പാറ എല്ലാം നനഞ്ഞിരിക്കുന്നുണ്ടോ. ഇതെല്ലാം ഈ മഴ പെയ്ത് കഴിയുമ്പോഴത്തേനും ചെറിയൊരു ഉറവുകൾ പോലെ വരുന്ന ഇതുണ്ടോ, മൊത്തം നനഞ്ഞ്. അട്ടശല്യത്തെ പറ്റി ഇവിടെ അട്ട കാണുന്നില്ല, പക്ഷെ നമ്മൾ താഴെ വന്നപ്പോഴത്തേനും ഇഷ്ടംപോലെ അട്ടയായിരുന്നു കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാലുണ്ട്, നല്ല രീതിയിൽ സൗണ്ട്. അതിലെ ഒഴുകുന്ന ഇതിവിടെ ഇതിലെ അങ്ങോട്ട് ഒഴുകുന്നുണ്ട്, സൗണ്ട് കേൾക്കാം. ഞാൻ കുറച്ച് മുമ്പ് വെള്ളച്ചാലില്ലേ, അത് എവിടെയാണേ ഇതുണ്ടോ. ഇത് വെള്ളം കുടിക്കാൻ വെച്ചാൽ കേട്ടോ, നല്ല വെള്ളം. ഇതിഞ്ഞ് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാട്ടോ. അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. ഇവിടെ ചേട്ടനുണ്ട്. ചേട്ടാ ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങോട്ട്. അതെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അതേ നിൽക്കുന്നു, നമ്മുടെ ആൾക്കാർക്ക് അവിടെ ഉണ്ട്. നമ്മൾ യാത്ര ചെയ്തപ്പോൾ തൊട്ട് കാണുന്ന ആളാട്ടോ. കുറേ നേരമായി നമുക്ക് വഴികാട്ടിയായിട്ട് നടപ്പുണ്ട്. ഇവിടുത്തെ മെയിനാണെന്ന് തോന്നുന്നു, മെയിൻ. ഇവിടെ എല്ലാം തിന്നുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അവിടെ തെന്നി പോയി, ചെറുതായിട്ട് പറ്റിയില്ല, തെന്നിപ്പോയി. ഇവിടെ വെള്ളച്ചാലുണ്ട്. ഇവിടുന്ന് വെള്ളമെല്ലാം കുടിക്കാനുള്ള പരിപാടിയാണ്. ഫ്രഷ് വാട്ടർ. നല്ല തണുപ്പ്. നമ്മളിവിടെ ഉള്ളവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളൊരു ഭാഗം കഴിഞ്ഞ് കയറി വന്നപ്പോഴുള്ള കാഴ്ച കേട്ടോ. ഇത് ഭംഗി നോക്കി, അടിപൊളി ഒരു സ്ഥലം, അടിപൊളി, ഒരു രക്ഷയില്ല. സൂപ്പർ, അടിപൊളി. നമ്മൾ അവിടെ നടന്ന് കയറി വരുമ്പോൾ ഇവിടെ ചെറിയ തടാകം കാണുന്നു. ഇവിടം വരെ പോകാനുള്ള പെർമിഷൻ ഉള്ളൂ, അങ്ങോട്ട് പോകത്തില്ല. തിരിഞ്ഞത് വേണ്ട, അങ്ങോട്ട് പോകണം. മഞ്ഞക്കറിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഈ തടാകത്തിൻ്റെ. ഇത് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും കാണുന്ന തടാകം കേട്ടോ. തടാകമല്ല, ഇത് മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതാണ്.
അവിടുത്തെ വെള്ളമെല്ലാം വന്ന് ഇവിടെ കിടക്കുന്ന കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ പോകാൻ പെർമിഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടം വരെയൊക്കെ വരാം, അല്ലെങ്കിൽ തൊട്ട് താഴെ വരെ അവിടെ പോയി നിൽക്കാം. നല്ല അതിമനോഹരമായൊരു കാഴ്ച കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നേരെ നടന്ന് അങ്ങോട്ട് പോകണം. അതായത് നമ്മുടെ പഴയ ഗേഡുണ്ട്, ഒരു ലോകം കണ്ടില്ല, അതവിടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓടിപ്പോരാ. ഓ ഒരു രക്ഷയില്ല. മഞ്ഞ് അതുകൊണ്ടോ മഞ്ഞുണ്ടോ? അയ്യോ മഴ പെയ്ത് പച്ചപ്പ് കൂടെ ആയപ്പോൾ അടിപൊളിയായി. നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ തടാകല കാണാൻ ഇരിക്കാനുള്ള സ്ഥലമാണ്. അടിപൊളിയല്ലേ, ഭംഗിയാ കാണാമല്ലേ. അല്ലേ ഓക്കെ. അവിടുത്തെ കാഴ്ചയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഇങ്ങോട്ടാട്ടോ പോകുന്നത്. ഓ ചെമ്പ്ര ഇങ്ങനെ വ്യൂ കേട്ടോ. ഓ ഒരു രക്ഷയില്ല. മഞ്ഞും കൂടെ ആകുമ്പോഴത്തേന് അടിപൊളി കേട്ടോ. എല്ലാവരും അതിൽ കയറി പോകുന്നുണ്ട്. അങ്ങോട്ടാണ് പോകുന്നുണ്ടോ. ഞാൻ അവിടെ ചെന്നേണ്ട ബാക്കി കാഴ്ചയെല്ലാം കാണാം. അവിടെ പോകാൻ പറയുന്നത് നമ്മുടെ പട്ടിസാർ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പട്ടിസാറാണ് നമ്മുടെ മെയിൻ ആള്. നമ്മളിപ്പോൾ വീണ്ടും കുറേ കൂടെ നടന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് നിരപ്പായ സ്ഥലം കേട്ടോ. ഇതുപോലെ ഭയങ്കര കാറ്റാട്ടോ. അല്ല ഗൈസ്, ചെമ്പ്ര ഇതാ മറ്റേ തടാകം. ഓ നമ്മൾ ചെമ്പ്ര ട്രക്ക് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേനും ഇത് ഏകദേശം ഇവിടം വരെ വരത്തുള്ളൂ കേട്ടോ. ഈ കാണുന്നതാണ് ഇപ്പം നമ്മുടെ ചെമ്പ്രയിലെ ഒരു ഹൃദയ തടാകം എന്ന് പറയുന്നത്. ഹൃദയ തടാകം പ്രത്യേകിച്ച് വെച്ചാൽ ഇത് നമ്മൾ ഇവിടുന്ന് ഒരു 100-150 മീറ്ററൊക്കെ അത്രയൊന്നും വേണ്ട, ഒരു കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണുമ്പോഴത്തേനും ഒരു ഹൃദയത്തെ ഷേപ്പിൽ ഈ തടാകം കാണുന്നത്. പിന്നെ ഇതിന് മറ്റു പ്രത്യേകത വെച്ചാൽ ഇത് ഇന്ന് വരെ വറ്റിയിട്ടില്ല ഇതിന് വെള്ളമൊന്നും. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഒരു വനം പോലെയൊക്കെ ഉണ്ട്. അപ്പം അവിടെ മൃഗങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം അവിടുത്തെ മൃഗങ്ങളൊക്കെ ഇവിടെയാണ് വന്ന് വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ തിരിച്ച് പോകാനൊക്കെ ആയിട്ട് ഈ തടാകത്തിന് ഈ സൈഡ് വഴി കയറി അതിലെ വഴി കറങ്ങി നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോകാം. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഒരു ബാണാസുര ലാഫിംഗ് ഫിഷ് എന്ന് പറഞ്ഞ പക്ഷിയുണ്ട്. അതായത് ബാണാസുര ചിലപ്പം എന്നാണ് പേര്. അപ്പം ആ ഒരു പക്ഷിയുടെ ഒരു വിഹാരകേന്ദ്രം കൂടെയാണ് ശരിക്കും ഈ ചെമ്പ്ര. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു മുകളിലോട്ട് കയറി പോകണം. ഈ ചെമ്പ്രയുടെ ആ ഒരു ടോപ്പ് ഭാഗമുണ്ട്. അപ്പം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനാണ് ആ പക്ഷികളുള്ളത്. അപ്പം അത് ഇവിടെയുണ്ട്, ബാണാസുരയിലും ഉണ്ട്. ഇപ്പം നിലവിൽ ഏകദേശം ഒരു 2400-2500ഓളം പക്ഷികൾ ഇപ്പം നിലവിലിപ്പോൾ നമുക്കുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു കാഴ്ച കണ്ടിട്ട്, ആ തടാകത്തിലെ കാഴ്ചയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മാറി കുറച്ചുകൂടെ വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പം നമ്മൾ അതും കൂടെ കാണാനുള്ള പരിപാടി കേട്ടോ. രക്ഷയില്ല കേട്ടോ. ആദ്യമേ വ്യൂ ഇറങ്ങാറായി, എല്ലാവരും കുറേ പേരെ കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മളിങ്ങനെ വന്ന് ചെയ്യുമ്പോൾ ഈ ഏറ്റവും ടോപ്പ് കഴിയുമ്പോഴത്തേനും സംഭവം കണ്ടോ. ഇത് ഇവിടെ മഴയുടെ ഇത് അളക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് വെച്ചാണ് ഇവിടെ മഴയുടെയൊക്കെ അളവ് നോക്കുന്നത്. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയാണ്. പകത്തിനൊക്കെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ നല്ല മഴയായി. മഴ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിറക്കുന്നത് കുറച്ചും കൂടെ സ്ലിപ്പാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ മഴ പെയ്തു എന്നപ്പോൾ നമ്മൾ പിന്നെ അധികം നേരം നിന്നില്ല. നമ്മൾ ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ചെമ്പ്രയിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഞാൻ ഇറങ്ങുവാണ്. നല്ല മഴയായി. അപ്പോൾ ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങിയാക്കുവാണ്. അപ്പോൾ ചെമ്പ്ര അടിപൊളിയായിരുന്നു. വേറൊരു സംഭവം വെച്ചാൽ നമ്മളിങ്ങനെ തിരിച്ച് പോകുന്ന വഴിക്ക് ആന ഉണ്ടായിരുന്നു. അപ്പം ആനയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ പടക്കം പൊട്ടിക്കുക.
നമ്മൾ ആദ്യം മനസ്സിലായില്ല ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതൊക്കെ. അവർ പറഞ്ഞു ഇങ്ങനെ ആനയുണ്ട്, പക്ഷേ നമുക്ക് ട്രക്കിങ്ങിന് വരുന്ന ആൾക്കാരെ ഇവർ മാക്സിമം ആനയെ കാണിക്കത്തില്ല. പക്ഷേ നമ്മൾ തിരിച്ചിറങ്ങി പോകണ്ടേ, അതിൽ കുറച്ച് പ്രായമുള്ളവരെ അങ്ങനെ പറയണം. അപ്പം ഓരോ ആൾക്കാരും ഇതിനൊരു ഫേസ് ചെയ്യുന്ന ഒരു എങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് അത് കഴിവതും ആനയെ നമ്മൾ കാണിക്കാതിരിക്കാൻ വേണ്ടി അകത്ത് കത്താൻ പടക്കമൊക്കെ പൊട്ടിക്കും. പിന്നെ ചെമ്പ്ര യാത്ര ഒരു നല്ല അനുഭവമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഇത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ട് നേരത്തെ ഇവിടെ പോകാമെന്ന് പറഞ്ഞാൽ കേട്ടോ. ഇവിടെ കൊണ്ടുവരുന്നല്ലേ? ബൈ. അല്ല നേരത്തെ പണ്ട് ഇവിടെ പോരുന്നു.